ചർച്ചകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച നിലപാട് ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനപ്പുറവും ഇപ്പുറവും പറയാൻ എനിക്കില്ല. കാരണം പാർട്ടി പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യവും എനിക്കറിയില്ല, എനിക്ക് പറയാനുമില്ല. അല്ല, അന്തരീക്ഷത്തിൽ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ഒരു വാർത്തയല്ലേ? നിങ്ങൾ വാർത്തയുണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നതിന് ഞങ്ങളെങ്ങനെ ഉത്തരവാദിയാണ്? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ നടന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി നടക്കാത്തൊരു കാര്യത്തിനെ പറ്റി ആധികാരികമായി പറയേണ്ട ആൾ, എന്നേക്കാൾ ആധികാരികമായി പറയേണ്ട ആൾ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു. ഇതേവരെ നിങ്ങൾ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊരു ചർച്ചയോ ആലോചനയോ ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് നിലപാടിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തി പറയാൻ എനിക്കുമില്ല. അദ്ദേഹം പറഞ്ഞ നിലപാടാണ് എൻ്റെ നിലപാട്. അല്ല, പറയുകയാണെങ്കിലല്ലേ അതങ്ങനെ ഞങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ വാർത്ത ഉണ്ടാക്കാൻ ഞാനില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അഥവാ ജലം പറ്റിയാൽ എന്തിനാ ആലോചിക്കുന്നത്? അതാണ് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്ന സ്റ്റൈൽ. അതുകൊണ്ടാണ് ഒന്നും പറയാനില്ല എന്ന് കാരണം അദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞെടുത്ത് നിൽക്കുന്നു. അതാണ് പാർട്ടിയുടെ നിലപാട്. അതിനപ്പുറം ഇപ്പോൾ ഒരു നിലപാടും പാർട്ടിക്കില്ല. അതും ജലം പറ്റിയാൽ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല, ഇല്ല എന്ന് പറഞ്ഞല്ലോ. പ്രസിഡന്റ് തന്നെ അങ്ങനെ ഒരു ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അഥവാ അതാണ് നിങ്ങൾ വാർത്ത ഉണ്ടാക്കിയിട്ട് ആ വാർത്ത കേട്ടല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. എനിക്കറിയാത്ത കാര്യമാണ്. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ പ്രസിഡന്റ് ആ കാര്യം വ്യക്തമാക്കി. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. അതിന് എനിക്ക് എൻ്റെ പാർട്ടിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 2.5 വർഷം കഴിഞ്ഞാൽ തോമസ് കെ തോമസ് മാറിക്കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും കരാറുണ്ടോ? ഉണ്ടോ? അല്ല, പറഞ്ഞില്ലേ, ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെ ഒരു വിഷയമേ ഇപ്പം ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നപ്പോൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും പറയാൻ ഒരു കാര്യവും ഇപ്പോഴില്ല. അങ്ങനെ ഒരു പുതിയ കാര്യങ്ങളുമില്ല. മറ്റെന്തെങ്കിലും സംശയവും എനിക്കില്ല. അദ്ദേഹത്തിലും പാർട്ടിയിലും എനിക്ക് പൂർണ്ണ വിശ്വാസം. അല്ല, ഇങ്ങനൊരു ചർച്ചയില്ലല്ലോ. ഇല്ലാത്തപ്പോഴല്ലേ എന്ത് വേണം എന്ത് വേണ്ടെന്ന് പറയുന്നത്. അല്ല, പാർട്ടി ആവശ്യപ്പെടട്ടെ. പാർട്ടി അങ്ങനെ ചിന്തിച്ചില്ല എന്നൊരു ചിന്തിക്കാത്ത ഒരു കാര്യം ഇങ്ങനെ ആവശ്യപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടത്തി കുറെ വെളിപ്പെടുത്തലുണ്ട്. മന്ത്രിമാരെ ഫോൺ കൊടുത്താനൊക്കെ പോലീസിൽ ഒരു ഗൂഢസംഘവും ലേഡീസിന്റെ നേതൃത്വത്തിലൊക്കെ അങ്ങനെ ഫോട്ടോ നടത്തുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, മന്ത്രി എന്നുള്ള നിലയിൽ അതിൻ്റെ അകത്തൊരു അഭിപ്രായമില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമപരമായും രാഷ്ട്രീയമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഉപദേശിക്കാനോ ഒന്നും ആയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഞാനൊരു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരു സാധാരണ മന്ത്രിയാണ്. അല്ല, അത് പാർട്ടി നോക്കുമല്ലോ. അതിനല്ലേ പാർട്ടി. അല്ലല്ല, അത് ഞാൻ പാർട്ടിയിലെ ഒരംഗം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് തീരുമാനം എടുക്കാനാണല്ലോ പാർട്ടി. അത് അവർക്കൊരു പാർട്ടി ഉണ്ടല്ലോ. എൻ്റെ പാർട്ടിയിലാണെങ്കിൽ ഞാൻ പറയായിരുന്നു. എൻ്റെ പാർട്ടിയിലല്ലല്ലോ. അദ്ദേഹം CPM ഒരു അംഗമല്ലേ. അപ്പോൾ CPM അതിന് മാത്രം നല്ല വൈഭവമുള്ളൊരു പാർട്ടിയാണ്, കരുത്തുള്ള പാർട്ടിയാണ്, സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ്. അവരത് പരിശോധിക്കും. നമ്മളെന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? എൻ്റെ ഫോൺ ആരും ചോർത്തിയായിട്ട് എനിക്കറിയില്ല. അത് ആര് പറഞ്ഞു? അല്ല, അതാ പറഞ്ഞത് ശരി തെറ്റ് അവർ നോക്കട്ടെ. അന്നേരം നമുക്ക് പറ്റി ബാക്കി വിവരം നമ്മളോട് പറയല്ലോ. ഇങ്ങനെ ചോർത്തുന്നുണ്ട്, അൻവർ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചോർത്തുന്നില്ല, അൻവർ പറഞ്ഞത് തെറ്റാണ്. അതവർ പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ശരി.